ഹായ് ഡേയ്സ്, ഞങ്ങൾ ഇന്നതാ ഒരു കുഴിമന്തി കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അതായത് ഇന്ന് സൺഡേ ഒക്കെയാണ്. അപ്പോൾ ഒന്ന് പുറത്ത് പോയി ഭക്ഷണമൊക്കെ കഴിച്ചൊന്ന് എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചു. അതായത് മോൾക്ക് ഇന്നൊരു JB എക്സാം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ ലഞ്ച് ശരിക്കും കഴിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവളെയും കൂട്ടി അങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങളിതാ മന്തിക്കടയിൽ കയറിയിട്ടുണ്ട്. ഇത് പരതക്കാട് അൽജിനൂബ് കുഴിമന്തിയാണ് കേട്ടോ. കുഴിമന്തി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലൊരു കുഴിമന്തി തന്നെയാണ്. അതായത് ഇതാ കുഴിയൊക്കെ കണ്ടോ, ഇത്രയും വലിയ കുഴിയിലേക്ക് ചെമ്പ് ഇറക്കി വെച്ച് അതിലാണ് കേട്ടോ ഇവർ കുഴിമന്തി ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞങ്ങൾ മന്തി കഴിക്കണം എന്ന് ഞങ്ങൾക്ക് തോന്നിയ അപ്പം ഞങ്ങളത്തെ അൽജിനൂബ് കുഴിമന്തി കടയിലാണ്. അതായത് ഇടവണ്ണപ്പാറ കൊണ്ടോട്ടി റൂട്ടിലുള്ള പരതക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അൽജിനൂബ് കുഴിമന്തി, അതാണ് ഈ കടൻ്റെ പേര്. അപ്പോൾ ഇവിടുത്തെ മന്തി എന്ന് പറഞ്ഞാൽ ശരിക്കൊരു അടിപൊളി ടേസ്റ്റുള്ളൊരു മന്തിയാണ് കേട്ടോ. ഇവിടുന്ന് മന്തി കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ മന്തി എന്ന് ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് വേറൊരു കടൻ്റെ ഓപ്ഷനേ ഇല്ല. ഞങ്ങൾ നേരെ വരെ അൽജിനൂബ് കുഴിമന്തി കടയിലേക്കാണ്. അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഇവിടെ പല വ്യത്യസ്ത തരത്തിലുള്ള മന്തി വാങ്ങാൻ കിട്ടും. അതായത് ചിക്കൻ മന്തി, മട്ടൻ മന്തി, അതുപോലെ ബീഫ് മന്തി, എല്ലാ തരത്തിലുള്ള മന്തിയുണ്ട്. ഇനിയിപ്പോൾ ഓർഡർ ആയിട്ടാണെങ്കിൽ അങ്ങനെയും അവർ സ്വീകരിക്കും. പിന്നെ അതിലും വെറൈറ്റിയാണ് ഇവിടുത്തെ പെരി പെരി ചിക്കൻ, അതായത് അൽഫാം പെരി പെരി. ഞങ്ങൾ അൽഫാം പെരി പെരി കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ അത് മാത്രമേ കഴിക്കലുള്ളൂ കേട്ടോ. പിന്നെ വേറെ അതുപോലെ ഹണി അൽഫാം ഉണ്ട്, പിന്നെ അതുപോലെ മന്തിയിൽ ഇടുന്ന സാധാ ചിക്കൻ അങ്ങനെയുണ്ട്. പക്ഷെ അതിമക്കൊന്നും ഞങ്ങൾ പോകലില്ല. ഞങ്ങൾ പിന്നെ ഓർഡർ ചെയ്യുകയാണെങ്കിലും അതുപോലെ അവിടുന്ന് കഴിക്കുകയാണെങ്കിലും മന്തി, റൈസ്, അതുപോലെ അതിലേക്ക് ഈ പെരി പെരി അൽഫാം, ഇത് മാത്രമാണ് കഴിക്കൽ കേട്ടോ. അതായത് കുട്ടികൾക്കും എല്ലാവർക്കും പിന്നെ ഈ അൽഫാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ അതാണ് ഓർഡർ ചെയ്യൽ. അതായത് ഇവരിത് ഡ്രില്ലിലൊക്കെ വെച്ച് നല്ല കണലിലൊക്കെ ഇട്ടിട്ട് നന്നായി ചുട്ടെടുത്ത് പൊള്ളിച്ച അൽഫാമാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ആ പെരി പെരി അൽഫാം എന്ന് പറഞ്ഞാൽ അതിനിപ്പോൾ നമുക്ക് ചെറിയൊരു പീസാണെങ്കിലും നമ്മൾ ഒരുപാട് റൈസ് നമുക്ക് ആ ഒരു പീസോട് കഴിക്കാൻ കഴിയും. നല്ല ഒരു അടിപൊളി ടേസ്റ്റാണ്. എരിവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതൊരു നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഈ പെരി പെരി അൽഫാം എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങളിതാ അതിന് വേണ്ടി ഫുഡിനൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ, വെയിറ്റ് ചെയ്യാണ്. ആ ഒരു സമയം ഞാൻ അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഇനിയിപ്പോൾ അവിടുത്തെ ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറില്ല, ആ ഒരു റൂമും അതൊക്കെ ഡെക്കറേറ്റ് ചെയ്തതും അടിപൊളിയാണ്. അവിടുത്തെ ആ ഒരു ലൈറ്റും അതിൻ്റെ ഒരു ഡെക്കറേഷനൊക്കെ നമ്മൾ ഇരുന്നിങ്ങനെ കഴിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീൽ തന്നെ ഉണ്ടാവും. പിന്നെ അതിലേക്ക് അവർ നമുക്കിതാ സാലഡ്, അതുപോലെ മയണൈസ്, സോസ്, ഇതൊക്കെ നമുക്ക് അതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നുണ്ട് മന്തിൻ്റെ കൂടെ. അപ്പോൾ ഈ സോസ്, അതുപോലെ മയണൈസ്, അതിലേക്ക് ഇതാ പെരി പെരി അൽഫാം, ഇതൊക്കെ പാടങ്ങോട്ട് കുഴച്ചിട്ട് നമ്മൾ ആ മന്തി ഇങ്ങോട്ട് കഴിക്കുമ്പോണ്ടല്ലോ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പറഞ്ഞാൽ അറിയില്ല. അത് നിങ്ങൾ അവിടെ പോയിട്ട് കഴിച്ചു നോക്കന്നെ വേണം. അങ്ങനെ ഇതാ ഞങ്ങൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞങ്ങൾ ഈ മന്തി കഴിക്കാറുണ്ട് കേട്ടോ. എപ്പോഴും നമുക്ക് മന്തി കഴിക്കണം തോന്നിയാൽ അപ്പോൾ ഞങ്ങളിത് അൽജിനൂബ് മന്തി കടയിലാണ് എത്തിട്ടോ. പിന്നെ അവിടുത്തെ റേറ്റും നമുക്ക് കൂടുതലായിട്ടുള്ള റേറ്റൊന്നും ഇല്ല. മന്തിൻ്റെ ടേസ്റ്റിനനുസരിച്ച് അത്ര കൂടുതലൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ മന്തി എത്തിയിട്ടുണ്ട്. അതുപോലെ പെരി പെരി അൽഫാം കൊണ്ടുവന്ന് വെച്ചു. ഇതുപോലെ അസദാ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്ലേറ്റിലേക്കൊക്കെ എടുത്തിട്ടാണ്. അങ്ങനെ അതിലേക്ക് പിന്നെ ഇതാ ഞങ്ങൾ സോസ്, അതുപോലെ സാലഡ്, അതുപോലെ മയണൈസ്, ഇതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ കഴിക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ ഇതാ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് പോയിട്ട് കഴിച്ചു നോക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.